മതം തിരക്കി മുസ്ലിം അല്ലെന്ന് ഉറപ്പുവരുത്തി മോദിയോട് പോയി പറയാൻ വെല്ലുവിളിച്ച് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നു. സാധാരണക്കാരായ 28 പേരെ. ഇനിയും എത്ര പേർ? രക്ഷപ്പെട്ടവരിൽ പലരും പറയുന്നതനുസരിച്ച് സൈനിക വേഷം ധരിച്ച തോക്കുധാരികൾ കാട്ടിൽ നിന്ന് പുറത്തു വന്ന് ഒരു കൂട്ടം വിനോദസഞ്ചാരികളെ വളഞ്ഞു. വെടിവയ്ക്കുന്നതിന് മുമ്പ് പുരുഷന്മാരോട് ആസാൻ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. മുസ്ലിം അല്ലെന്ന് ഉറപ്പുവരുത്തി ശേഷം നിറയൊഴിച്ചു. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സെക്യുലറിസം, മതേതരത്വം ഏത് വിധേനയും തകർക്കുക, രാജ്യത്തെ നശിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശം. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്തിന്റെ ഹൃദയം പിളർത്തിയ കൊടും ക്രൂരതയാണ് കാശ്മീർ പഹൽഗാമിലുണ്ടായത്. വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമെന്ന് കരുതുന്ന മേഖലകളിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സംഭവം മേഖലയെ മാത്രമല്ല രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു. ഒരു ആക്രമണം എന്ന് പറയാൻ പറ്റില്ല, ഒരു കൂട്ടക്കൊലയാണ് നടന്നത്. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭീകര ആക്രമണങ്ങളിൽ ഒന്നാണിത്. മുംബൈ 26/11 ശേഷം സാധാരണക്കാർക്കെതിരെ നടന്ന ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങളിലൊന്ന്. രാജ്യത്തെയാകെ പിടിച്ചുലച്ച ഈ ഭീരുത്വം നിറഞ്ഞ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്തം ലഷ്കർ ഇ തോയ്ബ അനുകൂല സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF ഏറ്റെടുത്തു കഴിഞ്ഞു. അതേസമയം സംഭവത്തിൽ പാകിസ്ഥാന് യാതൊരു ബന്ധവുമില്ല എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പ്രാദേശിക മാധ്യമങ്ങളെ അറിയിച്ചു. തീവ്രവാദികളെ ഹോം ഗ്രോൺ, അതായത് തദ്ദേശീയർ എന്ന് പരാമർശിച്ചു. ഇനി മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം, എന്ത് വില കൊടുത്തും ഈ ഭീകരരെ വകവരുത്തുക, അടിക്ക് തിരിച്ചടി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകമെമ്പാട് നിന്നും ഈ ഒരു സംഭവത്തിനെതിരെ പ്രതിഷേധം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ആക്രമണം നടക്കുമ്പോൾ ജിദ്ദയിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞു. ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. അതെ, ഭീകരതയ്ക്ക് മാപ്പില്ല. ഈ കൂട്ടക്കൊലയ്ക്ക് തിരിച്ചടി എങ്ങനെ എന്ന ചർച്ച മാത്രമാണെങ്കും ചോദ്യങ്ങളും സംശയങ്ങളും നിരവധി. ആദ്യ ചോദ്യം ഇതാണ്: പ്രത്യാക്രമണം ആര് നയിക്കും? 2016 സെപ്റ്റംബർ 18 ജമ്മു കാശ്മീരിലെ ഉറിയിലുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രിഗേഡ് ആസ്ഥാനം തീവ്രവാദികൾ ലക്ഷ്യം വെച്ചപ്പോൾ 17 സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ 10 ദിവസത്തിനുള്ളിൽ ഇന്ത്യ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ നിരവധി സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി. തീവ്രവാദികളുമായുള്ള ഇടപെടൽ നിയമങ്ങൾ തിരുത്തി എഴുതിയ ധീരമായ പ്രതികരണമായിരുന്നു അത്. സെപ്റ്റംബർ 28 രാത്രിയിൽ നടത്തിയ ഈ സ്ട്രൈക്കുകൾ അന്നത്തെ നോർത്തേൺ കമാൻഡിന്റെ ജനറൽ ഓഫീസർ, കമാൻഡിംഗ് ഇൻ ചീഫ് ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ DS ഹൂഡയുടെ മേൽനോട്ടത്തിലായിരുന്നു. അന്ന് ലഫ്റ്റനന്റ് ജനറൽ ഹൂഡയുടെ കാലാവധി 2 മാസത്തിലധികം ബാക്കിയുണ്ടായിരുന്നു. അദ്ദേഹം 2016 നവംബർ 30 വിരമിച്ചത്. ഈ ഒരു കാലാവധി സാഹചര്യം വിലയിരുത്താനും സ്ട്രൈക്ക് ആസൂത്രണം ചെയ്യാനും ക്ലിനിക്കൽ കൃത്യതയോടെ അത് നടപ്പിലാക്കാനും മതിയായ സമയം നൽകി. ഇതിനു വിപരീതമായി നോർത്തേൺ കമാൻഡിന്റെ നിലവിലെ GOC ആയ ലഫ്റ്റനന്റ് ജനറൽ MV സുജീന്ദ്രകുമാർ 2025 ഏപ്രിൽ 30 വിരമിക്കും. ഒരാഴ്ച മാത്രം മുന്നിൽ. ഈ കുറഞ്ഞ സമയത്തിൽ, ഈ കുറഞ്ഞ കാലാവധിയിൽ തന്നെ പ്രവർത്തിക്കുമോ അതോ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മ കമാൻഡ് ഏറ്റെടുക്കുന്നതുവരെ കാത്തിരിക്കുമോ എന്നതാണ് ഇപ്പോൾ നിർണായകമായ ചോദ്യം. 2019 ഫെബ്രുവരിയിൽ 40 CRPF ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ പ്രതികരണം ഉടനടിയായിരുന്നു. പാകിസ്ഥാനിലെ ബാൽക്കോട്ടിൽ വ്യോമാക്രമണം നടത്തി. അതിർത്തി കടന്നുള്ള ഭീകരതയോടുള്ള ഇന്ത്യയുടെ സമീപനത്തിൽ നിർണായകമായ മാറ്റം അടയാളപ്പെടുത്തി. നിയന്ത്രണ രേഖയ്ക്ക് പുറത്തുള്ള സങ്കീർണമായ സൈനിക നടപടികൾക്ക് പോലും ഞൊടിയിടയിൽ പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത ഈ ഒരു ഓപ്പറേഷൻ പ്രകടമാക്കി. എല്ലാത്തിനുമുപരി ഇന്ത്യയുടെ ഏറ്റവും ഫലപ്രദമായ സൈനിക പ്രതികരണങ്ങൾ നീണ്ട ആലോചനയിൽ നിന്നല്ല, മറിച്ച് ധീരവും സമയബന്ധിതവുമായ നടപടിയിൽ നിന്നാണെന്ന് ചരിത്രം കാണിച്ചു. ഒരു നിമിഷം കൊണ്ട് അക്രമികൾ ജീവിതങ്ങൾ തകർത്തു. വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. 2 പതിറ്റാണ്ടിനിടെ ജമ്മു കാശ്മീരിൽ നടന്ന ഏറ്റവും മാരകമായ സിവിലിയൻ ആക്രമണമായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ട് പഹൽഗാം? പഹൽഗാം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും നടത്തുന്ന ആത്മീയ തീർത്ഥാടനമായ അമർനാഥ് യാത്രയിലേക്കുള്ള ഒരു കവാടം കൂടിയാണ്. ഇവിടെ ഒരു ആക്രമണം ഇരട്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നു. ഇന്ത്യയുടെ മതപരവും സാമ്പത്തികവുമായ ഘടനയ്ക്ക് പ്രഹരമേൽപ്പിക്കുക, ഒപ്പം വൻതോതിലുള്ള സിവിലിയൻ നാശനഷ്ടങ്ങൾ വരുത്തുക. വിനോദസഞ്ചാരികളെ, പ്രത്യേകിച്ച് തീർത്ഥാടകരെ ലക്ഷ്യം വെക്കുന്നത് ഭീകരത വർദ്ധിപ്പിക്കുമെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? ടാസ്ക് ഈസി ആവുന്നത് ഇനിയാണ്. രാഷ്ട്രീയ അല്ലെങ്കിൽ സൈനിക ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമഗ്രമായ സുരക്ഷാ കോട്ടകളില്ല. മാത്രമല്ല, വിനോദസഞ്ചാരികൾക്ക് ലോക്കൽ ത്രെറ്റ് ഡൈനാമിക്സ് അത്ര പരിചയവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ ഒരു ഈസി ടാർഗറ്റ് ആണ്. അപ്പോൾ ഈ ആക്രമണം സിവിലിയൻ ജീവിതത്തെ മാത്രമല്ല തടസ്സപ്പെടുത്തുന്നത്, ജമ്മു കാശ്മീരിലെ ടൂറിസത്തെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയെ കൂടെയാണ് തകർക്കുന്നത്. അടുത്തത് മതപരമായ ലക്ഷ്യം. ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മതപരമായ അന്തർധാരകൾ അവഗണിക്കാൻ കഴിയില്ല. വെടിവെക്കുന്നതിന് മുമ്പ് തീവ്രവാദികൾ മതപരമായ വ്യക്തിത്വം ആവശ്യപ്പെട്ടു. മതപരമായ ശത്രുത ആളിക്കത്തിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് നിസ്സംശയം പറയാം.
2025 ഏപ്രിൽ 16 ഇസ്ലാമാബാദിൽ നടന്ന ഓവർസീസ് പാകിസ്ഥാനീസ് കൺവെൻഷനിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ നടത്തിയ പ്രസംഗത്തിന് വെറും 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ അറ്റാക്ക് ഉണ്ടായത്. മുനീറിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകിച്ച് വ്യക്തമായ ഒരു ഭാഗത്ത് മുനീർ ഇങ്ങനെ പറയുന്നുണ്ട്: ജീവിതത്തിന്റെ എല്ലാ സാധ്യമായ മേഖലകളിലും നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് നമ്മുടെ പൂർവികർ കരുതി. നമ്മുടെ മതം വ്യത്യസ്തമാണ്, നമ്മുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ പാരമ്പര്യങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ ചിന്തകൾ വ്യത്യസ്തമാണ്, നമ്മുടെ അഭിലാഷങ്ങൾ വ്യത്യസ്തമാണ്. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിത്തറ പാകിയത് അവിടെയാണ്. നമ്മൾ 2 രാഷ്ട്രങ്ങളാണ്, നമ്മൾ ഒരു രാഷ്ട്രമല്ല. ഈ പരാമർശങ്ങൾ വെറും വാക്കുകൾ മാത്രമാണ്. അല്ല, അക്രമത്തെ ന്യായീകരിക്കാൻ തീവ്രവാദികൾ ഉപയോഗിച്ചേക്കാവുന്ന ഒരു ആയുധമാണ് ഈ വാക്കുകൾ. സൈനിക നേതൃത്വം തന്നെ ഇത്തരം ആഖ്യാനങ്ങൾ സജീവമായി ആവർത്തിക്കുമ്പോൾ അത്തരം വിദ്വേഷത്തിന്റെ ഉത്ഭവം മനസ്സിലാക്കാൻ നമ്മൾ ഇനിയും ചരിത്രം തപ്പേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ദുർബലതയുടെ ഭൂമിശാസ്ത്രമാണ്. ബസൈറൻ താഴ്വര മനോഹരമാണ്, പക്ഷെ ആ സൗന്ദര്യം അപകടകരമായ ഒരു യാഥാർത്ഥ്യത്തെ മറയ്ക്കുന്നുണ്ട്. പ്രദേശം വളരെ റിമോട്ട് ഏരിയയാണ്, വനവും പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടതും. അതുകൊണ്ട് തന്നെ മേഖല സുരക്ഷിതമാക്കാൻ പ്രയാസകരവും നുഴഞ്ഞു കയറാൻ എളുപ്പവുമാണ്. പാക് ലൈൻ ഓഫ് കൺട്രോൾ, അതായത് നിയന്ത്രണ രേഖയ്ക്ക് താരതമ്യേന അടുത്താണ് പെഹൽഗാം. പെർപഞ്ചൽ നിരയിലെ നിരവധി കാവൽക്കാരില്ലാത്തതോ ലഘുവായ പട്രോളിംഗ് നടത്തുന്നതോ ആയ പർവ്വതനിരകളുള്ള ഒരു പ്രദേശം. മുൻകാലങ്ങളിൽ ഭീകരർ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാൻ പ്രകൃതിദത്ത വിടവുകൾ, ഗുഹകൾ, തുരങ്കങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നു. ഇടതൂർന്നതും പട്രോളിംഗ് നടത്താൻ പ്രയാസകരവുമായ അനന്ത്നാഗ്, ബിജ്ബെഹാറ വനങ്ങൾ തീവ്രവാദികൾക്ക് മികച്ച കവറേജും നൽകുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ അരു വാലിയും ലിഡർ നദി ഇടനാഴിയും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കുള്ള പ്രതിരോധത്തെ ബുദ്ധിമുട്ടിലാക്കുന്നു. വർദ്ധിച്ച നിരീക്ഷണം ഉണ്ടായിരുന്നിട്ടും ഭൂമിശാസ്ത്രം പൂർണ്ണമായ സുരക്ഷാ കവറേജ് അസാധ്യമാക്കുന്നു. ഇന്ത്യയുടെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ലഫ്റ്റനന്റ് ജനറൽ ശർമ്മയെ കാത്തിരിക്കുകയാണോ? പന്ത് ഇപ്പോൾ ഇന്ത്യയുടെ കൂട്ടിലാണ്. ഉറി, പുൽവാമ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം പ്രതികരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പെഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ഭീകരരെ വേരോടെ നശിപ്പിക്കുമെന്ന് ഉറപ്പാണ്. എപ്പോൾ ആരാണ് പ്രതികരണത്തിന് നേതൃത്വം നൽകുക എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത മാത്രമേ വരാനുള്ളൂ. ലഫ്റ്റനന്റ് ജനറൽ സുചീന്ദ്രകുമാറിന്റെ നിയുക്ത പിൻഗാമിയായ ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മ ഏപ്രിൽ 30 നോർത്തേൺ കമാൻഡിന്റെ ചുമതല ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും അദ്ദേഹത്തിന്റെ ബയോഡാറ്റ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു തയ്യാറെടുപ്പ് മാനുവൽ പോലെയാണ്. ജമ്മു കാശ്മീരിലെ 80 ഇൻഫൻട്രി ബ്രിഗേഡിന്റെ മുൻ ബ്രിഗേഡിയർ, രജൌരിയിലെ 25 ഇൻഫൻട്രി ഡിവിഷന്റെ കമാൻഡർ മേജർ ജനറൽ, മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ. ഉധംപൂരിലെ ഓഫീസിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു ദേശീയ സുരക്ഷാ പ്രതിസന്ധിയുടെ ഒത്ത നടുക്കാണ്. നിലവിലെ സ്ഥാനത്തിന് മുമ്പ് ആർമി സ്റ്റാഫിന്റെ വൈസ് ചീഫായി സേവനം അനുഷ്ഠിച്ച് ഉന്നത പദവി വഹിച്ച ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ സുചീന്ദ്രകുമാറിന്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടതില്ല. എന്നാലും ഏപ്രിൽ 30 ശേഷമാണ് ഒരു പ്രതികരണം ആസൂത്രണം ചെയ്യുന്നതെങ്കിൽ അത് ലഫ്റ്റനന്റ് ജനറൽ ശർമ്മയായിരിക്കും നയിക്കുന്നത്. ശരിക്കും പെഹൽഗാം ആക്രമണം ഒരു റാൻഡം സ്ട്രൈക്ക് ആയിരുന്നില്ല. കൃത്യമായ പ്ലാനിംഗ്, ശക്തവും വഞ്ചനാപരവും കൗശലപൂർണവും പ്രത്യയശാസ്ത്രപരമായി ശക്തവുമായിരുന്നു. ഇന്ത്യയുടെ ഐക്യത്തെയും സെക്യുലറിസത്തെയും അതിന്റെ ആത്മീയ നട്ടലിനെയും സാമ്പത്തിക ഹൃദയമിടിപ്പിനെയും ഒറ്റയടിക്ക് ലക്ഷ്യം വെച്ചൊരാക്രമണം. തീവ്രവാദികൾ വിനോദസഞ്ചാരികളെ അവരുടെ മതപരമായ സ്വത്വങ്ങൾ ഉപയോഗിച്ച് ഒറ്റപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു. ആ ഒരർത്ഥത്തിൽ തീവ്രവാദികൾ ഒരു കാര്യത്തിൽ ജയിച്ചു. കാശ്മീരിന് വേണ്ടിയുള്ള പോരാട്ടം വെറും പ്രാദേശികമല്ലെന്ന് ഇന്ത്യയെ ഓർമ്മപ്പെടുത്തുന്നതിൽ, മറിച്ച് പോരാട്ടം ഒരു ഐഡിയോളജിയോടാണ്. ഇത് നമ്മെ എന്നേക്കുമായി വേട്ടയാടും. ഭീകരതയെ ന്യായീകരിക്കാൻ യാതൊന്നിനും കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ താഴ്വരയിൽ വീണ ഓരോ തുള്ളി ചോരയ്ക്കും കണ്ണീരിനും പട്ടടയിലെ ചൂടാറും മുൻപ് പകരം ചോദിക്കണം, ചോദിച്ചിരിക്കും. അത് തുടങ്ങിക്കഴിഞ്ഞു, ബാക്കി നമുക്ക് കാണാം.